ഈ ഒരു വീട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പറാണ്. പക്ഷെ അതിനേക്കാൾ സൂപ്പറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ. എറണാകുളം ജില്ലയിൽ കുസാറ്റ് എല്ലാവർക്കും അറിയാം. കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്തായിട്ടാണ്. വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്ന് നമുക്ക് കളമശ്ശേരി കുസാറ്റിലേക്കുള്ള ദൂരം. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കളമശ്ശേരി കുസാറ്റിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭംഗിയുള്ള വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ടാർ റോഡാണ്, നിങ്ങൾക്ക് കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് കൂടാതെ വേറെയും വീടുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. മാർബിൾ ഹോംസ് വഴി മാത്രമാണ് നിങ്ങൾക്ക് അതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. കുസാറ്റിലേക്ക് 500 മീറ്ററും നമുക്ക് കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 2 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ് നോക്കുവാണെങ്കിൽ കാക്കനാട് സീപോർട്ട് റോഡിലേക്ക് വെറും 600 മീറ്റർ. തൃക്കാക്കര ടെമ്പിൾ എല്ലാവർക്കും അറിയാം. വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ ഭാഗത്തേക്ക് 8 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് വെറും 3.6 കിലോമീറ്റർ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മതിലെ ഗേറ്റ് ഒക്കെ നോക്കിക്കോളൂ, ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. ഫ്രണ്ടിലുള്ള പില്ലറിൽ തന്നെ ഭംഗിയുള്ള 2 ലാമ്പുകൾ വരുന്നുണ്ട്. എലിവേഷൻ സൂപ്പറാണ്, ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലൊരു മോഹിച്ച ഡിസൈൻ തന്നെയാണ് വീടിന്റെ എലിവേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. എ ഷേപ്പ് വരുന്നുണ്ട്, ബോക്സിയാണ്, ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. മുകളിലുള്ള ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഗ്രാസിന്റെ വർക്കുകളും കൂടിയാണ് നമുക്ക് പെയിന്റിംഗ് ആയിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാർ പോർച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം, രണ്ടാമത്തെ കാർ ആ കാണുന്ന ഓപ്പൺ സ്പേസിലും. 2 കാറുകൾ കംഫർട്ടബിൾ ആയിട്ട് പാർക്ക് ചെയ്യാം. ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മൂന്നാമതൊരു കാർ കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. കാർ പോർച്ചിലേക്ക് നേരെ കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കോളൂ, വാട്ടർ ഫൗണ്ടൻ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് അതെല്ലാം നമുക്ക് ആക്റ്റീവ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും ഫിനിഷിംഗ് ആണ്. വളരെ കുറച്ചുള്ള വർക്കുകൾ മാത്രമാണ് നമുക്കിനി ഇവിടെ തീരാനുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡ് സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പാറ്റിയോ ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു സിറ്റ് ഔട്ട് ആണ്. ക്ലാഡിംഗ് പില്ലറുകൾ വരുന്നുണ്ട്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കാർ പോർച്ചിന്റെയും നമ്മളുടെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ പില്ലറും ഒറ്റ ഒരു സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഒറ്റ പാളിയിൽ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. തേക്കിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് മരങ്ങൾ ചെയ്തിരിക്കുന്നത്. വീടിന് വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. എടുത്തു പറയേണ്ടതാണ്, 18 അടി നീളവും 10.5 അടി വീതിയുമുള്ള വലിയൊരു ഏരിയ തന്നെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. താഴെ നിങ്ങൾ കംപ്ലീറ്റ് നോക്കിക്കോളൂ, ഒരുപാട് വിൻഡോസ് വരുന്നുണ്ട്. TV യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കോളൂ, വളരെ സ്റ്റൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഓപ്പൺ കബോർഡുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കിട്ടുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നമുക്ക് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. മുകളിലെ ടോപ്പിൽ നോക്കിയാൽ കാണാം, താഴെ പോലെ തന്നെ വിൻഡോസ് മുകളിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും ടോപ്പ് എൻഡിൽ വന്നിട്ട് നമുക്ക് ഭംഗിയായിട്ടുള്ള വർക്കുകളും ഹാങ്ങിങ് ലൈറ്റും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഷാൻലിയർ ആണ് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയും ഒക്കെയുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡ് ഡിസൈൻ വരുന്ന ഭംഗിയുള്ളൊരു ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പോർഷൻ നിങ്ങൾക്ക് റൂഫ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അവിടെ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു എൻട്രൻസ് നമുക്ക് പാനലിംഗ് തന്നെയാണ്. ഓപ്പൺ ഷെൽഫുകൾ ധാരാളം കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് 12 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് നോക്കിക്കോളൂ, നിറയെ വർക്കുകളാണ്. ഹെവി ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ഏരിയയിൽ നമുക്ക് വാഷ് ബേസിൻ നോക്കിയാൽ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ വൈബോട് കൂടിയിട്ട് നല്ല ഡിസൈനർ ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണെങ്കിലും ആ പാനലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കബോർഡുകൾ വരുന്നുണ്ട്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് മറ്റൊരു കബോർഡ് ഏരിയ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. DB മീറ്റർ ഒക്കെ ഇരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അതിന്റെ താഴെയും നമുക്ക് കബോർഡുകളാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡോറും വിൻഡോയും കൂടെ ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. മിഡിലുള്ള ഗ്ലാസ് ഡോർ തുറന്നാൽ നമുക്ക് നേരെ ഇവിടുത്തെ പാറ്റിയോ ഏരിയയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. വളരെ വൈബോട് കൂടിയിട്ട് നല്ലൊരു പാറ്റിയോ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ജാളി ഡിസൈൻ വരുന്നുണ്ട്. താഴെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഉണ്ട്. ഏറ്റവും താഴെ
വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തേക്കുന്നത് കൂടാതെ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. രണ്ട് സൈഡിലും ഡോറും കൊടുത്തിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. ഡോറിന്റെ എൻട്രൻസിലൊക്കെ ഇതുപോലെ തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിലൊക്കെ ആയിട്ടാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ടൈലുകളാണ് കളർ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 12 അടി നീളവും 11.5 അടി വീതിയുമുള്ള ബെഡ്റൂമാണ് കിട്ടുന്നത്. ധാരാളം വിൻഡോസ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ മിഡിൽ പോർഷനിൽ ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ കൂടാതെ ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. നിങ്ങൾ സ്റ്റെപ്പൊക്കെ നോക്കിക്കോളൂ. ഭംഗിയായിട്ട് വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഈ ഭാഗത്ത് നിറയെ ഓപ്പൺ ഷെൽഫുകളും ഇതുപോലെ കബോർഡുകളൊക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടു ഭാഗത്തായിട്ട് ആവശ്യത്തിന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡും വുഡൻ കോമ്പിനേഷനിലും വലിയൊരു വാർഡ്രോബാണ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് നമ്മുടെ ഫ്ലോറിന് മാച്ച് ആവുന്ന അതേ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം അതും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഓപ്പൺ കിച്ചൺ മോഡലില് ഒരു വലിയ എൻട്രൻസ് തന്നെയാണ് കിച്ചൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നിറയെ പാനലിംഗ് വർക്കുകളും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം ഹാങ്ങിങ് ബക്കറ്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് അതേ മോഡലിൽ തന്നെ അവർ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു വലിയ കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഫ്ലോർ ടൈലിന് മാച്ച് ആയ അതേ ടൈലുകൾ തന്നെയാണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അവിടെ 2 വിൻഡോസ് കൂടാതെ റൈറ്റ് സൈഡിലായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഫാബറിന്റെ ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിലും താഴെയും ഒക്കെ ടോട്ടൽ 3 ലെയറുകളിലായിട്ട് നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ ഇവിടെയും എഗെയിൻ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഏറ്റവും റൂഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പാനലിംഗ് ആണ് നിറയെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് റൂഫും സൈഡും എല്ലാം കവർ ചെയ്ത് 2 സൈഡിലും ഡോറൊക്കെ വെച്ചിട്ട് സേഫ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കിക്കോളൂ, വളരെ ലെങ്തി ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും താഴെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജുകൾക്ക് വേണ്ടിയിട്ട് ക്യാബിനറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ പുറത്തു ഭാഗത്തായിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വെൽ വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. പെർഗോള മോഡലിലെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കിക്കോളൂ, ഭംഗിയായിട്ടും കളർഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോർഷൻ നമ്മുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ്. കുറച്ചുകൂടി അടുത്ത് വിസിബിൾ ആണ്. അവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റും റൂഫിലെ വർക്കുകളും ഒക്കെ നമുക്കിപ്പോൾ നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് വലിയൊരു ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോറും വിൻഡോസും കൂടെ കാണാം. നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ നിങ്ങൾക്കൊരു ബാൽക്കണിയും കിട്ടുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് ഈ ഡോർ തുറന്നാൽ എത്താൻ പറ്റുന്നത്. TV യൂണിറ്റ് ഒക്കെ വയ്ക്കാനുള്ള ഏരിയ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടും ഡിസൈനോട് കൂടിയിട്ടും പാനലിംഗ് വർക്കുകളും ഷെൽഫുകളും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് കംപ്ലീറ്റ് ഒന്ന് നോക്കിക്കോളൂ. നിറയെ പാനലിംഗ് വർക്കുകളും LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയും റൂഫിലെ വർക്കുകൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. റൂമിനേക്കാളും വലിയ സൈസുള്ള വലിയൊരു ബാൽക്കണി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് പാനലിംഗ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസും ആണ് ഇട്ടിരിക്കുന്നത്.
താഴെ 2 ബെഡ്റൂമുകൾ കണ്ടതുപോലെ മുകളിലുമുണ്ട് 2 ബെഡ്റൂമുകൾ കാണാൻ. മൂന്നാമത്തെ ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള കളറുകളിലാണ് ടൈലുകളൊക്കെ തന്നെ കോമ്പിനേഷൻ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 12 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. വിൻഡോസ് നിങ്ങൾക്ക് 2 ഭാഗത്തായിട്ട് കാണാം. ഇവിടെയായിട്ട് ഡോറും വിൻഡോയും കിട്ടുന്നുണ്ട്. ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. നല്ലൊരു ബാൽക്കണി തന്നെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്ത് ടഫിന്റെ ഗ്ലാസ് ആണ്. താഴെ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ്. മുകളിലാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് അതും ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും എല്ലാ റൂമുകളിലെയും പോലെ തന്നെ നല്ലൊരു വർക്കും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ആവശ്യത്തിന് തന്നെ കിട്ടുന്നുണ്ട്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 11 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് ആവശ്യത്തിനാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിൽ പോലും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ നല്ലൊരു മോഡലിലും നല്ലൊരു കളർ കോമ്പിനേഷനിലും ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. 4 ബെഡ്റൂമുകൾ കഴിഞ്ഞ് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതും ഒരു റൂം പോലെ തന്നെ സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഗസ്റ്റ് വന്നാലോ കുട്ടികളുടെ റൂമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് ഇവിടെയാണ്. വിൻഡോസ് നമുക്ക് ആവശ്യത്തിന് തന്നെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ റൂമിലെ പോലെ തന്നെ സേഫ് ആയിട്ടുള്ള നല്ല വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്നാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരി കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്താണ്. വെറും 500 മീറ്റർ മാത്രമാണ് കുസാറ്റിൽ നിന്ന് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്റർ, സീപോർട്ട് റോഡിലേക്ക് 600 മീറ്റർ, തൃക്കാക്കര ടെമ്പിളിലേക്ക് വെറും 1.5 കിലോമീറ്റർ. നല്ലൊരു ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ലൊക്കേഷനുകളിൽ വീടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതും ഇങ്ങനെ ഒരു പ്രൈസിൽ കിട്ടിയാൽ തന്നെ വളരെ പെട്ടെന്ന് സെയിലായി പോവുകയും ചെയ്യും. 5.2 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ, വെൽ വാട്ടർ സൗകര്യം, 2 കാർ പാർക്കിംഗ്, യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങൾ, അതുകൂടാതെ ഒരു സെമി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വീടുമാണെന്ന് പറയാം. 5.2 സെന്റ് ഓഫ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് 1,80,00,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 1.80 GR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിളും ആണ്. നിങ്ങൾക്ക് ഫിനാൻസിൽ ഞങ്ങളിത് അറേഞ്ച് ചെയ്ത് തരുന്നതുമായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കുമ്പോൾ ഫോൺ പിക്ക് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചിട്ടാൽ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഒട്ടും ലേറ്റ് ആക്കണ്ട. ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സെയിലാകാൻ സാധ്യതയുള്ള ഒരു വീടാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.